Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. റൗണ്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഫിൽമി ഡിവോഷണൽ സോങ്ങിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നത് വേറെ ആരുമല്ല, മിസ്റ്റിക് രാഗാസ് ടീമിൽ നിന്നും അവരുടെ ടീം ലീഡർ അശ്വിൻ. നമ പാർവതീപതേ ശ്രീശങ്കരനാമ സങ്കീർത്തനം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഊമയും ഈ വിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. ഉടുക്കിലുണരും ഓംകാരത്തിൽ ചോടുകൾ ചടുലമയിളകുന്നു. സംഹാര താണ്ഡവമാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു. കാമനി ചുട്ടോരു കണ്ണിൽ കനലല്ല, കാമമാണിപ്പോൾ ജ്വലിപ്പതിന്നു. കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. അമ്പലമില്ലാതെ
കാൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ടീം ലീഡറെ അശ്വിൻ തകർത്തു. നിന്റെ ഇപ്പുറത്തിരുന്ന ആരായിരുന്നടാ? ഏതോ ഒരു ക്ഷുദ്രജീവി സപ്പോർട്ട് സഞ്ജയ് കണ്ടല്ലോ ഈ കാലത്ത് ഉപകാരം ചെയ്യാൻ പറ്റില്ല. ഏതോ മാജിക്കൽ ഏതോ ഒരു ടീമിലൊരാളെന്ന്. അല്ല ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ കോറസ് പാടാൻ. ഇവിടുന്ന് രണ്ടുപേരുണ്ടായിരുന്നു. അതെ ടീമിൽ. ഓക്കെ, അപ്പൊ എന്തായാലും 4 ജഡ്ജസിന്റെയും സ്റ്റാൻഡിംഗ് ഓവേഷൻ കിട്ടിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിനാണ് വലിയൊരു കയ്യടി. പിന്നെ ഇവനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ എഴുന്നേപ്പിക്കാറുണ്ട്. അതാണ് ശീലം. അതെ, ആകെ നമുക്കുള്ള ഒരു എക്സസൈസ് ഇവൻ പാടുമ്പോ മാത്രം. എന്തായാലും നിന്റെ ക്യാപ്റ്റന് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം മുതലേ ഭയങ്കര ആവേശമായിരുന്നു. ചോദിക്കാം നമുക്കെന്നാ MG സാർ. അവനെ ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ട് പാടി. പിന്നെ ഇതിന്റെ കമ്പോസിഷനും പാടിയതും എല്ലാം കൂടെ ചേർന്നാണ് ആ പാട്ടിനൊരു ഭംഗി വരുന്നത്. എപ്പോഴും നിങ്ങൾ കണ്ടസ്റ്റൻസ് പാട്ട് പാടാറുണ്ട്, പക്ഷെ ആ പാട്ട് പാടുന്നെങ്കിലും അതിന്റെ യഥാർത്ഥ ഭംഗി വർഷങ്ങളോളം കേട്ട് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ട് അതിനകത്ത്, അല്ലേ? അതായത് എക്കാലത്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിന്റെ അവസാനത്തെ ആ എൻഡ് പോർഷനിലൊരു ക്ലോസിങ് വരുന്നത് അത് ഇത്ര മനോഹരമായിട്ടാണ് അതിന്റെ ട്യൂൺ കൊണ്ടുവന്ന് എൻഡ് ചെയ്തിട്ട് അത് പല്ലവിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ആഹാ എന്ന് പറഞ്ഞു പോകും. പക്ഷെ മോൻ നന്നായിട്ട് പാടി കേട്ടോ, ഇല്ലാതെ പറ്റില്ലല്ലോ. പിന്നെ 1-2 സ്ഥലം ഈ ചിത്തത്തിൽ ഓർത്ത് വരണം. എങ്ങനെയാണ്? ചിത്തത്തിലോർത്തു ശങ്കര ശങ്കരാ നിത്യവും നിന്റെ നാമം. വെരി ഗുഡ്. എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഇതേ തോന്നിയുള്ളൂ. അത് ടോട്ടലായിട്ട് അതിമനോഹരമായിട്ട് പാടി, ഒന്നും പറയാനില്ല. പിന്നെ കൂടെ പാടിയവരും ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ഓർക്കസ്ട്ര ആഹാ ആസരായിട്ട് വായിച്ചു. പിന്നെ അതൊക്കെല്ലാം മേലെ യാര് ഉങ്ങളോടെ ക്യാപ്റ്റൻ യാര്? താങ്ക് യു സർ. ഇത് മഞ്ഞ് പോലിരിക്കുന്ന ഇഞ്ചരി. എന്തായാലും സന്തോഷമായല്ലോ. സന്തോഷമായി സർ. ഹാപ്പി. യെസ് സർ. എല്ലാവർക്കും സന്തോഷം. എന്താ പറയുന്നേ, ശങ്കര നല്ലത് വരുത്തട്ടെ. താങ്ക് യു സർ. ശരത് സർ. മക്കളെ കുഞ്ഞാടെ സാർ മനോഹരം. താങ്ക് യു സാർ. അസാധ്യമായിട്ട് പാടിയില്ല, താങ്ക് യു അത് സാർ. പറയാതിരിക്കാൻ വയ്യ. നല്ല രസമായിരുന്നു. ഈ ശങ്കര മാത്രമായിരുന്നു നമുക്ക് അത്ര ബോധിക്കാതിരുന്നത്. അത് ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു ലെവലിലില്ല, അത് ശരിയായിക്കോളാം കേട്ടോ. പിന്നെ ഈ വെള്ളിക്കുന്നും ചുടലക്കാടും അവിടെ ഒന്നും ഒരു കൺട്രോൾ ഇല്ലാതെ തോന്നി ആ 2 ലൈൻ. അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ ഞാൻ പറയുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ബാക്കിയൊക്കെ അതിമനോഹരം. താങ്ക് യു സാർ. അതുപോലെ ഈ പിള്ളേരും നമ്മുടെ എതിർ ടീമും നിങ്ങളുടെ ടീമും കൂടെ ചേർന്നുള്ള അസാധ്യം, ഒരു നല്ല ഒരു എന്താ പറയണ്ട, അത് ആ ഒരു ഭക്തിസാന്ദ്രമായി ഈ സെറ്റ് മുഴുവൻ നല്ലൊരു അനുഭവമായിരുന്നടാ. ഐ ലവ് യു. ലവ് യു ടു സാർ. താങ്ക് യു സർ. അശ്വിനെ ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. ഞാൻ ആകെ ഈ പറഞ്ഞ വള്ളിക്കുന്നും ചുടലക്കാടും വിലാസ ആ ഒരു അവിടെ മാത്രം ചെറിയൊരു ക്ലാരിറ്റി കുറവ്. അതർവൈസ് ഇറ്റ് വാസ് അമേസിങ്. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എസ്പെഷ്യലി പിന്നെ കോറസിന്റെ കൂടെ യൂണിസൺ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിയ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അശ്വിന ഈ പറഞ്ഞ ആ ഒരു ഡിവൈൻ ഫീലിംഗ് ഉണ്ടല്ലോ, ഈ പാട്ടുകളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അതാണല്ലോ, ആ ഒരു ഡിവിനിറ്റി, ആ ഒരു ഡിവൈൻ ഫീലിംഗ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ളത് അത് ഉഗ്രനായിരുന്നു. പ്രത്യേകിച്ച് ഈ ആ ഒരു ലൈറ്റിങ്ങും പുറകിലെ ആ ഒരു LED-യും എല്ലാം കൂടെ ഒരു വൻ സംഭവമായിരുന്നു. എനിവേസ് ഹാറ്റ്സ് ഓഫ് അശ്വിൻ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ക്യാപ്റ്റൻ സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. അശ്വിൻ ഫാന്റാസ്റ്റിക് ആയിട്ട് പാടി.
മനോഹരം. ശരിക്കും ആദ്യം മുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ അസലായിട്ട് പാടണേ, ആദ്യമൊക്കെ ഗംഭീരായി, ഇടയിലൊന്നും പ്രശ്നം വരല്ലേ, തടസ്സങ്ങളൊന്നും ഉണ്ടാവല്ലേ ഈശ്വരാ. പ്രാർത്ഥനയായിരുന്നു. എന്തായാലും ഭംഗിയായി മോനെ, നന്നായി പാടി. നമ്മുടെ കോറസ് പാടിയതും എല്ലാവരും മനോഹരമായി പാടി. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഡിവോഷണൽ ട്രീറ്റ് എന്ന് പറയാം. കാരണം ശരിക്കും ഒരു അമ്പലത്തിലെത്തി നമ്മൾ ഒരു ഭജന കേൾക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവരും പിന്നെ മോൻ ഇരുന്നതും എല്ലാവരും അടുത്തിരുന്നതും ശരിക്കും അങ്ങനെ ഒരു ടീമായിട്ടുള്ള ഒരു ഫീലിങ്ങേ വന്നില്ല. എല്ലാവരും ഒന്നടങ്കം ഇരുന്ന് ഭജിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. മനോഹരമായിരുന്നു മോനെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഐശ്വര്യമുണ്ട്. എന്തായാലും ഇന്ന് ദൈവം കടാക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ തന്നെ എല്ലാവരും ഭംഗിയായിട്ട് പാടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എടാ ഇരുന്ന് പാടിയപ്പോ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. അവനങ്ങ് സുഖിച്ചിരുന്നങ്ങ് പാടുമായിരുന്നു. അടുത്ത പാട്ട് മോനെ കിടന്ന് പാടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. അശ്വിന്റെ മാർക്സ്. എം ജി സാർ. എണീറ്റതേ ഉള്ളൂ, മാർക്കൊന്നും അള്ള ഞാൻ അല്ല സാർ അങ്ങോട്ട് പോരട്ടെ. സാർ അള്ളി. ഓക്കെ, ശരത് സാർ. ചക്കരേ, ഞാനൊരു ഇച്ചിരി അള്ളു കുറച്ച് 9.4 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഷാനിക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ, ടോട്ടൽ 19.4. മിസ്റ്റേക്ക് രാഗ സൂപ്പർ, അടിപൊളി. അപ്പൊ ഇനി ഒബ്വിയസ്ലി എന്താണ് ഈ സൈഡിൽ നിന്നുള്ള ഒരു ഫിലിമി ഡിവോഷണൽ റൗണ്ടിലെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ മാജിക് ബീറ്റ്സ് കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ ആ ഒരു ഡിവോഷണൽ ട്രീറ്റ് ഇനി ഈ സൈഡിൽ നിന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Welcome back to Amrit Veni Live Skit Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. ഹന ചേച്ചി, അവിടെ കണ്ടോ അശ്വിൻ കിഡിലനായിട്ട് പെർഫോം ചെയ്ത് പോയി ഫിൽമി ഡിവോഷണൽ റൗണ്ടില്. അതെ, നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടാ പോയത്. ഹന ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഭജഗോവിന്ദം. ബ്യൂട്ടിഫുൾ. ഈ കണ്ണാടി ഇട്ടിട്ടോ അനെ? അതെനിക്ക് ചെറിയ പെയിൻ ഉണ്ട്, അപ്പൊ ഞാൻ പെയിൻ അവള് പറഞ്ഞ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇതൊക്കെ വെച്ച് പാടുന്നതില്. പക്ഷെ ആ ഒരു പെയിൻ ഉള്ളതുകൊണ്ട് തുടങ്ങിയിട്ട് ഇത് ഒരാഴ്ച. അയ്യോ, ഇതൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പഠിക്കാൻ പറ്റിയോ? അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഉണ്ട്, പക്ഷെ സാരില്ല. പക്ഷെ നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ എന്നാ? ഹനയ്ക്കൊരു സർപ്രൈസ് ഉണ്ട് പാടുന്നതിന് മുന്നേ. എന്താന്നറിയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഹനയുടെ സർപ്രൈസ് ഒന്ന് വെക്കോ. നമസ്കാരം, ഞാൻ മുരളി മോഹൻ. അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന സംഗീത പരിപാടിയിൽ ഹന എന്ന ഒരു മത്സരാർത്ഥി ഭജഗോവിന്ദം എന്നുള്ള ഗാനം ആരംഭിക്കുന്നതായിട്ട് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടും അവിടുത്തെ ജഡ്ജുമായിട്ടുള്ള ശരത്ജി പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരു ചാനലിൽ ഒരു മത്സരാർത്ഥി അവതരിപ്പിക്കുന്നു. അതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ദക്ഷിണാമൂർത്തിയുടെ മ്യൂസിക്കുള്ള സോങ് കൂടിയാണ്. ആദിശങ്കരൻ തന്നെ രചിച്ചതാണ്, ശങ്കരവിരചിതമാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ടവിടെ പാടുന്നു എന്നറിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കാണ്. ആ കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മോളെ ആദിശങ്കരനായിട്ട് അഭിനയിച്ച ആളാണ് അദ്ദേഹം കേട്ടോ. ആ ഫിലിമില് മുരളി മോഹൻ എനിക്ക് വളരെ ക്ലോസ് ആണ്. അദ്ദേഹം പാടുകയും ചെയ്യും. ഈ കരോക്കെ ഇട്ട് എത്രയോ പ്രോഗ്രാമിന് ഇവിടെങ്ങാട്ടൊക്കെ പാടിയിട്ടുമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് നന്നായിട്ട് പാടാൻ കഴിയട്ടെ ആ കുട്ടിക്ക് കേട്ടോ. അപ്പൊ മുരളി സാറിന്റെ വിഷസ് ആണ് കിട്ടിയിട്ടുള്ളത് പാടുന്നതിന് മുന്നേ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ശരത് സർ. താങ്ക് യു. ഓക്കെ, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ.
पश्यति दुःखन्यकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते नारीस्तनभर नाभिदेशं दृष्ट्वा मार्ग मोहावेशं नारीस्तनभर नाभिदेशं दृष्ट्वा मार्ग मोहावेशं एतन्मांसवसादि विकारम् एतन्मांसवसादि विकारं मनसि विचिन्तय वारं वारं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते जलमदितरलं तत्त्वजीवितम् अतिशयचपलं नलिनीतलगतजलमदितरलं तत्त्वजीवितम् अतिशयचपलं विद्धिव्याध्यभिमानग्रस्तं विद्धिव्याध्यभिमानग्रस्तं लोकं शोकहतं च समस्तं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते बालस्तावल् क्रीडासक्त तरुणस्तावल् तरुणीसक्त बालस्तावल् क्रीडासक्त तरुणस्तावल् तरुणीसक्त वृद्धस्तावल् चिन्तासक्त वृद्धस्तावल् चिन्तासक्त परमे ब्रह्मणि कोविनसक्त भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते जटली मुण्डिलुञ्चितकेश काषायाम्बर बहुहृदवेश जटली मुण्डिलुञ्चितकेश काषायाम्बर बहुहृदवेश पश्यन्नपि च न पश्यति मूढ उदरनिमित्तं बहुकृतवेषं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते पुनरपि जननं पुनरपि मरणं पुनरपि जननी जठरे शयनं पुनरपि जननं पुनरपि मरणं पुनरपि जननी जठरे शयनं
ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹന ചേച്ചി സൂപ്പർ ആയിരുന്നു ഹന. താങ്ക് യു ചേച്ചി. വലിയ പാട്ടല്ലേ? സമയം എടുത്തോ പഠിക്കാനൊക്കെ? ടഫായിരുന്നോ? ടഫ്, ഇത് ടഫായിരുന്നു. പിന്നെ ഇതൊരു രാഗമാലികയാണ്. രാഗമാലിക ആണോ? ആണ്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തൊക്കെ അറിയാം ഹന ഈ പാട്ടിനെ കുറിച്ച്? ഇതിനകത്ത് കുറെ രാഗങ്ങളുണ്ട്. അതുകൊണ്ടല്ല രാഗമാലിക. രാഗങ്ങൾ ചക്രവാകം, പിന്നെ ബിഹാഗുണ്ട്, പിന്നെ മായാമാളവ ഗൗള രാഗവും, പിന്നെ പന്തോരാളിയുടെ ഒരു മിക്സ് ഉണ്ട്. അതിന് ഗൗളി പന്ത് എന്നാണെന്ന് ഒന്ന് പറയുന്നത്. ആണോ? ആണോ? ഞങ്ങള് ഇവിടെ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആ രാഗത്തിനെ പറ്റി മെസ്സിയായിട്ട് അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഗൗളി പന്ത്. ഇതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ, അത് ഗ്രേറ്റ് മോളെ. നമ്മൾ അതേ പറയുന്നു. ഹനയുടെ വീഡിയോസ് ഒക്കെ വീണ്ടും വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണോ ഹന? ആണ്. ഇപ്പൊ സഞ്ജയുടെയും ഹനയുടെയും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ഭയങ്കര വൈറലായിട്ട്. മറ്റേ അവന് പേരൻസ് ഉണ്ടാക്കിയ എംജിയുടെ കാര്യം പറഞ്ഞത്. എംജിയുടെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ ഈ അടുത്താണ് കണ്ടത്. അതുപോലെ നിഷ്കളങ്കമായിട്ട് നിന്ന് പറയുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം അവനെ ക്രിയേറ്റ് ചെയ്തത് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാ. പക്ഷെ അപ്പൊ MG സാർ എന്നോട് ചോദിച്ചു, ദൈവമാണോ ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നല്ല പേരൻസ് ആണെന്ന്. ഈ MG സാറിനെ വിട്ടുപിടി മോളെ. കാരണം വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ് പറയുന്നത് പ്രശ്നമായി. അതെ, കൊറേ കമന്റ്സ് ഒക്കെ വന്നു അല്ലേ? ഇപ്പൊ എന്നെ ഒരു ചേച്ചിയുണ്ട് സ്ഥിരമായിട്ട് എന്നെ തെറി വിളിക്കുന്നത്. അപ്പൊ ഞാനും പാർവതിയും പരസ്പരം സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഞങ്ങൾ അവരെ എന്തേലും ഒക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇവളൊരു ദിവസം എനിക്ക് അല്ലല്ല, ഇത് വേറെ വീഡിയോ അല്ലേ? ഇത് ആ വീഡിയോയുടെ താഴെയാണ്. അല്ല, ഏതോ ഒരു നല്ല ഒരു പാട്ടിന് വന്നിട്ട് ഈ അലവലാതി എന്നെ മെൻഷൻ ചെയ്തു. കൊച്ചിനെ അങ്ങനെ മെൻഷൻ ചെയ്തു. എന്റെ കൊച്ചിനെ ആരാ മക്കളെ അങ്ങനെ? ഇതൊക്കെ അത് വായിക്കാൻ പോകുന്നോണ്ടല്ലേ കുഴപ്പം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അവളെ പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതിന്റെ എക്സ്പ്രഷൻ അലവലാതി എന്നെ വിളിച്ചു. ഹന എനിക്ക് ഒരു ദിവസം അയച്ചു തന്നു. എന്നിട്ട് ഈ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അപ്പൊ നമ്മള് നോക്കിയപ്പോ കൊറേ വീഡിയോസിൽ ഹനേനെ അവര് മാത്രമായിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഹനേനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതിപ്പോ ഞാൻ വിചാരിച്ച ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പക്ഷെ ആ ചേച്ചി നല്ലതായിട്ട് പാടുന്ന ഒരു സിംഗറാണ്. എല്ലാവരും പറയുന്നത് കലാകാരന്മാർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല, അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലാന്നല്ലേ. പക്ഷെ ഇത് എന്തോ കലാകാരന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു കലാകാരിയല്ലേ, സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. എനിക്കൊരു ടൈം പാസ്. എന്നെ ഒരാൾ ചീത്ത വിളിക്കും, അതിന്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ അവരെ തിരിച്ച് ആ സമയത്ത് പാട്ട് പഠിച്ചു. അതെ, ആ സമയത്ത് എത്ര ഉണ്ടാക്കാം, വെള്ളം ചൂടാക്കാം, കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പാട്ട് മറന്നു പോകും കേട്ടോ. പാടി അതെ അതെ, അതുകൊണ്ട് പെട്ടെന്ന് അത് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അല്ലേ? ഓക്കെ, ആദ്യം ആരോടാ ചോദിക്കണ്ടേ? ശരത് സാർ. ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു സാർ. ഫാന്റാസ്റ്റിക്. താങ്ക് യു സാർ. വളരെ നന്നായിട്ട് പാടിയതാ, നന്നായിട്ട് പാടി. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് കുറച്ച് ഡൗട്ടുകൾ നീ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് അപേക്ഷിക്കുന്നു. പറ്റുമോ? ചെയ്യാൻ പറ്റും. നോക്കാൻ സാറൊന്നു ചെയ്യണം. മോളെ നഹി നഹി അതൊന്ന് പാടാമോ? നഹി നഹി രക്ഷതി ദുഃഖന്യകരണേ ദുഃഖന്യകരണേ ഓക്കെ. അതുപോലെ വിദ്യുർവ്യാധ അതൊന്ന് പാടാമോ? ശരിയായിക്കോ. കുറച്ചും കൂടെ അതിനൊരു ഗുംബര. പിന്നെ മോളെ ഈ മൂഢമത്തെ
മൂഢ അവിടുന്ന് വേണം പറയാൻ, ചെറുതിരുന്ന് മൂഢമതി പാടരുത്. ആ. ട്ടാ. ആ. പിന്നെ ബാലസ്ഥാവൽ ക്രീഡ അതൊന്നും എങ്ങനെ പാടുന്നു, ഒന്ന് പാടാമോ? ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താ അങ്ങനെ വേണ്ട, അത് പെട്ടെന്നൊരു വേറൊരാള് പാടുന്ന പോലെ. ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണസ്താവൽ ആ വേറെ തന്നെ. സ്ഥാവൽ കരുണസ്താവൽ തരുണീ തരുണീ സക്ത തരുണീ സക്ത വൃദ്ധസ്താവൽ ചിന്താസക്ത അടുത്തത് പഠിക്കാം മോളെ. പരമേ പരമേ ബ്രഹ്മണി കോപിന സക്ത നൈസ് നൈസ്. ഇപ്പൊ കൊള്ളാം മോളെ. അത് മോനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെ ജൈട്ടലി അതൊന്ന് പാടാമോ? ജട്ടലി ജട്ടലി മുണ്ടിലും ജട്ടലി മുണ്ടിലും ചിതകേശ കേശല്ല കേശ കാഷായ കേശ ഇല്ല, ഷാ എല്ലാം ഒരുപോലെ സൗണ്ട് ചെയ്യുന്നു മോളെ. കേശ കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്ന ബിജന പശ്യതി മൂഢ പശ്യതി മൂഢ പശ്യതി മൂഢ. ഒന്നുകൂടെ പാടി. പശ്യതി മൂഢ ഇങ്ങനെ ഇറക്കിക്കോ. പശ്യതി മൂഢ പശ്യതി മൂഢ മതി. പുനരപി ജനനം പുനരപി ജനനം പുനരപി മരണം. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവട്ടെ. പുനരപി പുനരപി മരണം അത് കുറച്ചും കൂടെ പിന്നെ പുനരപി മരണം. ഇഹ സംസാരേ ഇഹ സംസാരേ ഇഹ സംസാരേ ഇഹ സംസാരേ ബഹുദുസ്താരേ ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ. അത് കുറച്ചും കൂടെ അതൊരു സുഖം വരും. കൃപയാ പാരേ പാഹി മുരാരേ. അതിന് വാ തുറന്ന് പാഹി പാഹി മുരാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം. വണ്ടർഫുൾ വണ്ടർഫുൾ. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അല്ല. മോള് നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. ഹന, സർ നല്ലൊരു അറ്റംപ്റ്റ് ആണിത്. ഒത്തിരി രാഗങ്ങൾ കോർത്തിണക്കി നമ്മുടെ മലയാള സിനിമയിൽ ചെയ്ത ഒരു എന്താണെന്ന് ഒരു സംഭവമാണ് ഈ പാട്ട്. മാത്രമല്ല ചിത്രവും അതുപോലെ തന്നെ ചെയ്തതാരാ? ദക്ഷിണാമൂർത്തി അല്ലേ? അപ്പോൾ ആ രാഗങ്ങൾ ഏത് രാഗമാണോ അതിൻ്റെ എസെൻസ് എടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ പാട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രാഗങ്ങൾ വെൽവേഴ്സാക്കാം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സ്വാമി ചെയ്തിരിക്കുന്നത്. മോള് പാടിയത് ശരത്ത് പറഞ്ഞല്ലോ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പാടിയത്. അതിനകത്തെല്ലാം മോള് പാടിയ ഒരു ലൈറ്റർ വെർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. മോള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു രാഗത്തിൻ്റെ ഭാവവും അതിൻ്റെ ഗാംഭീര്യവും അത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രൗഢി നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. മോളിപ്പം മാക്സിമം മോൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇഹ സംസാരേ ബഹുദുസ്താരേ അതൊക്കെ സെയിം പോർഷൻസാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു 5-10 സ്ഥലത്ത് ആ രാഗഭാവങ്ങളും പിന്നെ ആ സംഗതികളും കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി ഹന പെണ്ണേ. ഓ മാം.
മോളെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പാട്ട് ഹന കൊണ്ടുവന്നതിൽ വലിയൊരു കൈയടി തരട്ടെ. കാരണം ഹന അത്ര അധികം ക്ലാസിക്കൽ പഠിച്ച ഒരാളല്ല അല്ലേ, കുറച്ചൊക്കെ അല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാള് ഭജഗോവിന്ദം എന്ന് പറഞ്ഞ പാട്ടെടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ ആലോചിച്ചു, ഹന എങ്ങനെ പാടും? കാരണം ഹനയ്ക്ക് അങ്ങനെ ഒരു രാഗങ്ങളെ കുറിച്ചോ അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ഇല്ലല്ലോ. അപ്പോൾ ഹന പാടി തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഹന ഭയങ്കര ക്യൂട്ടായിട്ട് ഹനയുടേതായ ഒരു രീതിയിലാണത് പാടിയത്. MG സാർ പറഞ്ഞ പോലെ ആ ഒരു ലൈറ്റർ വേർഷനാണ് വന്നത്. ഇപ്പൊ ക്ലാസിക്കൽ പോലത്തെ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ഗമകങ്ങളും അതിൻ്റെ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സംഗതികളൊക്കെ അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് അതൊരു ക്ലാസിക്കൽ പാട്ടാണ് എന്ന് തോന്നുന്നത് അല്ലേ? മോള് നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഇതിനകത്ത് എനിക്ക് തോന്നിയത് ആ ക്ലാസിക്കലിന്റെ ആ ഒരു ഭാവം കുറച്ചുകൂടി വരാമായിരുന്നു. അത് മോൾക്ക് ആ പഠിത്തം ഇല്ലാത്തത് കൊണ്ടാണ്. അത് വരുമ്പോഴേ അതങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ ഒരു ഫീല്. പിന്നെ അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതി ഒന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പെർഫെക്ഷൻ വരണമെങ്കിൽ നമ്മൾ ആ സംഗീതം പഠിച്ചാലേ അത് വരുള്ളൂ അല്ലേ? അതാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. എന്തായാലും നന്നാവട്ടെ. ഓക്കെ, നമുക്ക് ഇനി മ്യൂസിക് പഠിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ്. ഷാനിക്ക, ഇപ്പം ദാസർ ഒരു ഡിവോഷണൽ സോങ് അല്ലെങ്കിൽ ദാസറിന്റെ പല ഇപ്പൊ സെമി ക്ലാസിക്കൽ സോങ്സ് ആണെങ്കിലും ക്ലാസിക്കൽ സോങ്സ് ആണെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാത്തിനും ഒരു എടുപ്പ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുമ്മ് ഉണ്ടാവും. അത് ഒരു ഡിവോഷണൽ കൂടി ആവുമ്പോൾ അത് കുറച്ചുകൂടെ എക്സ്ട്രാ ആവും. അപ്പം ആ ഒരു പവറാണ് കുറച്ചൊന്ന് മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിപ്പോൾ കേട്ടത് ഹനയുടെ ഈ സോങ്ങിൻ്റെ ഒരു സ്വീറ്റ് ഇന്നസെൻറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ. അങ്ങനെ മാത്രം നമുക്ക് ഇതിനെ കാണാം. ബാക്കി കുറേ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ ഭയങ്കര ഇന്നസെൻസ് ഫീൽ ചെയ്തു കുറേ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ. ഇങ്ങനെ തന്നെ പോട്ടെ. ബാക്കി ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ മനസ്സിൽ വെക്കുക കേട്ടോ. ഈ അസുഖങ്ങളൊക്കെ വേഗം ഒന്ന് മാറട്ടെ. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം ഇതാവും ഇനി അടുത്ത ട്രോള്. അവളെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വന്നിട്ട് പാടാൻ ഇവളാര്? അലവലാതി വെച്ചോണ്ട് ഭജഗോവിന്ദം പാടി എന്തൊരു അഹങ്കാരം. അലവലാതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ചോദിക്കാം. ശരത് സാർ, ഹനക്കുട്ടിയുടെ മാർക്ക് അപ്പൊ 8.8 മാർക്ക്. MG സാർ. മക്കളെ 8.8. ചേച്ചി, ഹനയുടെ മാർക്ക് ദാ എഴുതിയിട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.6. ഓക്കെടാ. Welcome back to Amrit Veni Live Kids Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Face-to-face competition കാണാം. ഓക്കെ, പിന്നെയല്ല ഫോക്ക് ഡ്യുവറ്റ്സ് റൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ മിസ്റ്റിക് രാഗാസിൽ നിന്ന് വരുന്നു അനഘ ആൻഡ് മാജിക് ബീച്ചിൽ നിന്ന് വരുന്നു അവരുടെ ടീം ലീഡർ സഞ്ജയ്. ശരിയാണ് പൊട്ടി, ആരംഭിക്കട്ടെ. ആദിവർണ്ണ ഉദ്ധവന്മാരെ, കുലവും പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, അറിവുമില്ലേ തിരിവുമില്ലേ. 4,42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. 4,42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. ആടാടെ ആടാടെ ആടാടാടാടേ, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാടെ ആടാടെ ആടാടാടാടേ, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട്
വലം കാലിനാലേ താളം പിടിക്കണട്ടാ കരിയൊത്ത മിഴിയഴക് കരിനീലമിഴിയഴക് കരിയൊത്ത മിഴിയഴക് നീലമിഴിയഴക് നല്ല മാൻ വിളിച്ചേരിനാലേ കണ്ണാരം ചാർത്തണട്ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ടാ അരപ്പട്ടിൻ ചേലിനാലേ അരയ്ക്കു തരമണിയും അരപ്പട്ടിൻ ചേലിനാലേ അരയ്ക്കു തരമണിയും അമ്മ ചെഞ്ചോര ചുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോഴേ അമ്മ വാരി പുണരുമ്പോളേ കണ്ണ് നിറയണട്ടാ വടക്കുന്ന് വന്നവളേ എന്റെ നല്ലച്ഛൻ പൊന്മകളേ വടക്കുന്ന് വന്നവളേ നല്ലച്ഛൻ പൊന്മകളേ നല്ല വാഴര തുമ്പിനാലേ കള്ളി തെളിക്കുമ്പോഴേ എന്റെ ചേലത്ത് പൂമുറ്റത്ത് വന്ന് തെളിയണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ കാവിലെ നല്ലമ്മേ നല്ലമ്മേ ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് 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 ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടുന്നു വയ്ക്കുമ്പോഴേ താളം പിടിക്കണട്ടാ Super. Nice, nice, nice. വെൽക്കം ബാക്ക് ടു അമൃത് വേണി ലൈഫ് കിഡ് സൂപ്പർ സ്റ്റാർ സീനിയർ പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് UGS ഗോൾഡ് ലോൺ ആൻഡ് ഈസ്റ്റേൺ. മിസ്റ്റിക് രാഗാസ് ആൻഡ് മാജിക് ബീറ്റ്സ് സൂപ്പർ. ഓ ഇതിലിപ്പോ ആരാണ് മുന്നിലെന്ന് നമുക്ക് എനിക്കറിയില്ല, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. പക്ഷെ അവരെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എല്ലാരും ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കിയ സമയത്ത് ഒരു കാര്യം മുങ്ങിപ്പോയി. പാട്ട് അതിനി ബാക്കി ഉണ്ടായിരുന്നല്ലോ, നീ എന്താ പറഞ്ഞേ? അത് പറഞ്ഞ അനക്ക വെയിറ്റ് ചെയ്യാ പാടാൻ വേണ്ടിട്ട് സഞ്ജയ് നോക്കുമ്പോ താങ്ക് യു സാർ ഒന്ന് അല്ലേ ഒരു ക്ലൈമാക്സ് വന്ന് നിന്നപ്പോഴേ അറിയാതെ നമ്മൾ ആഹാന്ന് പറഞ്ഞു താങ്ക് യു സാർ. അപ്പൊ തന്നെ തുടങ്ങി. അതെങ്ങനെ തുടങ്ങിയത്? ബാക്കി പാട്ട്
താങ്ക് യു സാർ. അയ്യോ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം. MT സർ. അനഘ ആൻഡ് സഞ്ജയ് കാലയ്ക്ക് തിമിർത്ത് മറിച്ച്. കാരണം അതിന്റെ ഒരു പേസിൽ തുടങ്ങിയിട്ട് പിന്നെ അത് കംപ്ലീറ്റ് അങ്ങോട്ട് വന്ന് പാടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുത്ത താളത്തിലോട്ട് മാറി അതങ്ങ് ഫാസ്റ്റ് ആക്കിയൊക്കെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ ഗൂസ് ബംസ് വന്നത്. അങ്ങ് കൊള്ളാം, നല്ല ഒരു എനർജി. രണ്ടുപേരും തോപ്പം പാടിയിട്ടു. കാരണം അതിനകത്ത് വലിയൊരു ഒരാളൊരു ചെറിയൊരു അക്ഷരത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ചിരി ശ്രുതിയുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. റെക്കോർഡ് ഇട്ട പോലെ പാടുകയാണെങ്കിൽ പിന്നെ എന്തിനാ കോമ്പറ്റീഷൻ അല്ലേ? കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരണം. എന്നാലും ഇതൊരു മിസ്റ്റേക്ക് ഒന്നും അല്ല, നല്ല രസമായിരുന്നു. ഇതിന്റെ ടോട്ടൽ ഇതേ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഒരാള്. ഓ ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് ഈ പാട്ട് കേൾക്കാൻ. പോക്കുമുണ്ട്, എന്നാൽ ഒരു സിനിമാറ്റിക് ടച്ച് അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്. ഓൻ പാടുന്ന പോർഷൻസിലൊക്കെ ചെറിയ ടച്ചസ് ഉണ്ട്. നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെ. മിസ്റ്റേക്സ് രണ്ടുപേരും ഒരു ത്രാസ് പോലെ നിന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ് ആൻഡ് അനഘ, സൂപ്പർ പെർഫോമൻസ്. ശരിക്കും അതാ ഇപ്പോഴും ആ തീ ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ് ബാക്കില്. എന്തൊരു ഭംഗിയാണ് കാണാൻ, ആ ഗ്രാഫിക്സും മനോഹരമാണ്. പിന്നെ നിങ്ങളുടെ ഡാൻസേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാവരും കൂടെ അത് കലക്കി. കാരണം ഈ താളം മാറുന്ന സമയത്ത് സ്പീഡ് കൂടുന്ന സ്ഥലത്തൊക്കെ ശരിക്കും ക്ലാഷസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് മാനേജ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, ഒരു ഓളം ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. നിങ്ങൾ രണ്ടുപേരും മക്കളെ ഫാന്റാസ്റ്റിക്, നല്ലതുപോലെ എൻജോയ് ചെയ്ത് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ്, അനഘ നല്ല കിടുക്കാച്ചി ഒരു ഐറ്റം, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ട് എന്ത് വികാരം തരണമോ അത് നിങ്ങൾ തന്നിട്ടുണ്ട്. പിന്നതായി ഈ പിറകിലുള്ള ഐറ്റവും പിന്നെ ഡാൻസേഴ്സും മനോഹരമായിരുന്നു. അത് അവരിങ്ങനെ ഈ കൂട്ടി ഞങ്ങൾ വിചാരിച്ച് അവിടെ തീർന്നെന്ന് കേട്ടോ. ഞങ്ങളുടെ മനസ്സിലെ ക്ലൈമാക്സ് അവിടെ കഴിഞ്ഞു. ഞാൻ അണ്ണൻ ഇതാ എൻ്റെ പാത്തോസ് വേർഷനാണ് ബാക്കിയുള്ളത്. അത് രസമായിരുന്നു. നീ എൻ്റെ ഇടയ്ക്ക് ഒരു താങ്ക് യു പറഞ്ഞു, അതിമനോഹരമായിരുന്നു. അല്ല, ആ താങ്ക് യു പറഞ്ഞ് ചമ്മിപ്പോയില്ലേ? ചമ്മിപ്പോയതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആറ്റ്ലി പോലെ തുടങ്ങുന്നു. ആടാട് രണ്ടാട്ടമായി പോയി. രണ്ടാട് ശരിക്കും വെയിറ്റ് ചെയ്യാനായിരുന്നോ? ഞാൻ അവനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സ്പീഡിൽ പാടി നിർത്തിയിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. അപ്പൊ ഞാനിങ്ങനെ 1, 2 അപ്പൊ അവൻ നോക്കുമ്പോ താങ്ക് യു സർ. അതേ ലേറ്റായി തുടങ്ങാൻ. നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ പാടിയത്. അത് ഒരു ഓളം ഉണ്ടായിരുന്നു. കാര്യം ഇതൊരു സിമ്പിൾ ഒരു സംഭവമല്ല. ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളെല്ലാം സിമ്പിളാണ്. ആ സിംപ്ലിസിറ്റിയിലാണ് അതിൻ്റെ അഴകുള്ളത്. പക്ഷെ രണ്ടുപേരും കൊള്ളാം. പക്ഷെ എനിക്ക് ഒരു പണവട, ഒരു 5 പൈസ കൂടുതൽ ഈ ചെക്കൻ്റെ അടുത്താണ് തോന്നിയത്. ഇത്ര ഇത്തിപ്പോലും കേട്ടോ. അത് നിന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. രണ്ടുപേരും കലക്കി. രണ്ടുപേരും കലക്കി. ആ ഒരു ബേസിക്കലി ഈ ഒരു റൗണ്ടിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂഡ് ക്രിയേഷൻ ആണ്. പ്രത്യേകിച്ച് ഈ ഡാൻസേഴ്സും ഈ ഒരു ആംബിയൻസും കണ്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്ലെയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര മൂഡാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ സിംഗിങ്ങും അവസാനത്തെ സഞ്ജയുടെ താങ്ക് യു, അത് കഴിഞ്ഞിട്ട് വന്ന അതിൻ്റെ സ്ലോ പേസും എല്ലാം രസമായിരുന്നു. എല്ലാം നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ അനഘ ചെറുതായിട്ടൊന്ന് ടയർഡായി. പക്ഷെ അനഘ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അനഘ ഉഗ്രനായിരുന്നു. അനഘ ഒരു പ്രത്യേക ഒരു എനർജി വന്ന പോലെ എനിക്ക് തോന്നി. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബോത്ത് ഓഫ് യു രണ്ടുപേരും കലക്കി. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് മിസ്റ്റിക് രാഗാസിൽ നോക്കാം. 9.2. താങ്ക് യു സർ. ശരത് സർ. അനഘ 9.2. ഓക്കെ, ഷാനിക്ക. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അനക്കയുടെ ടോട്ടൽ 18.4. താങ്ക് യു. ഇനി സഞ്ജയുടെ. ശരത് സർ 9.3. MG സർ Is the same. 9.3. 9.3. ഓക്കെ, ചേച്ചി. സഞ്ജയ് മാർക്സ് എഴുതിയിട്ടുണ്ട്, ഇതിലിടുന്നു. ഓക്കെ, സോ ടോട്ടൽ 18.6. ചെറിയ പോയിന്റ് വ്യത്യാസം മാത്രം. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ.